അസ്സലാമു അലൈക്കും സ്നേഹിതന്മാരെ, നമ്മളെ പ്രവാസികളായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 1500 റിയാലിന് ശമ്പളം പണിയെടുക്കേണ്ടവനാണെങ്കിലും 2500 റിയാലിന് പണിയെടുക്കേണ്ടതാണെങ്കിലും ഏതൊരു മനുഷ്യരാണെങ്കിലും അവർക്ക് അവൻ്റെതായ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു മാസം ശമ്പളം കിട്ടുമ്പോൾ മാക്സിമം അതിന്റെ കുറികള്, വീട്ടിലെ ചെലവുകള്, കുറച്ച് കടങ്ങള്, മറ്റുള്ളവർക്കൊക്കെ വീട്ടിൽ നമ്മളെ കയ്യിലൊന്നും ഒന്നും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് 90% പ്രവാസികളുടെ അവസ്ഥയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് നാട്ടിൽ പോകേണ്ട സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു 10 റുപ്യ 50,000 റുപ്യ നമ്മുടെ നാട്ടിൽ പൈസ ഉണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസി ആവശ്യം വരിക, പെട്ടെന്ന് നാട്ടിൽ പോകണം, നമ്മൾ ബന്ധപ്പെട്ട ആളുകൾ എന്തെങ്കിലും മരണം സംഭവിക്കുക, അല്ലെങ്കിൽ നാട്ടിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പൈസക്ക് ആവശ്യം വരിക, എന്തെങ്കിലും ആക്സിഡന്റ് കേസ്, എമർജൻസി ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും വരിക. ആ സമയത്ത് നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ചില ആളുകൾക്ക് കയ്യിൽ ഉറപ്പുണ്ടാകും. കാരണം അടുത്ത ശമ്പളം കിട്ടിയിട്ട് വേണ്ടി വരും എനിക്ക് അടുത്ത പൈസ നാട്ടിൽ അയക്കാൻ. കാരണം ശമ്പളം കിട്ടിയ പൈസക്ക് അങ്ങനെയെങ്കിലും ആയിട്ട് അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവ് കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ എന്താണ്, നമ്മളെടുത്തൊരു പൈസ വേണം, ഒരു സ്റ്റോക്ക് വേണം, ഒരു 50 റുപ്യ നമ്മുടെ കയ്യിൽ വേണമെന്നുള്ളത്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ നാട്ടിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ്, പ്രവാസി കൂട്ടായ്മ ഗ്രൂപ്പുകളുണ്ടാവും. ഇതിൽ നിന്ന് ഒരു 5 ആളുകളെ, നല്ല ആളുകളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മളൊരു കുറി രൂപത്തിൽ ഒരു 15 മാസം കൊണ്ട് തീരുന്ന രീതിയിൽ ഫസ്റ്റത്തെ 2 മാസം 5,000 റുപ്യ വെച്ച് അടക്കാം. ബാക്കി പിന്നെ 13 മാസം ഉണ്ടാവും. ഈ 13 മാസത്തിൽ നമ്മൾ നാട്ടിൽ പോകേണ്ട സമയത്ത് നമ്മൾ പൈസ അടക്കരുത്. നാട്ടിൽ പോകേണ്ട സമയത്ത് നമ്മളടുത്ത് പൈസ ഉണ്ടാവില്ല. ഏത് പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ഒരു ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിൽ പോകേണ്ട സമയത്ത് പൈസ ഉണ്ടാവും. ആ സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ പൈസ അടക്കേണ്ട. നമ്മൾ ബാക്കിയുള്ള ഈ ഒരു 13 മാസം കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന എത്ര വെച്ചാൽ ഒരു മാസം 5,000 വെച്ചോ, 2,000 വെച്ചോ, 3,000 വെച്ചോ, 10,000 വെച്ചോ, നമുക്ക് ഓരോ മാസം എത്ര ബാക്കി അതിനനുസരിച്ച് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഒരു 50 റുപ്യ നമുക്ക് എപ്പോഴും സേവിംഗ് ഉള്ള രീതിയിൽ നമ്മളൊരു സംഗതികൾ ഒരു കൂട്ടായ്മയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാട്ടിൽ പോകേണ്ട സമയത്ത് ഒരു 2-3 മാസം അവനാന്റെ ഫാമിലിയൊക്കെ നല്ല രീതിയിലൊക്കെ നിന്ന് ഒരിക്കലും കുട്ടികളെ മക്കളായിട്ട് വന്ന് ടൂർ പോകണമെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളെടുത്തൊരു പൈസ വേണം. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ചെയ്തു വെച്ചാൽ നമ്മൾ ഒരു 20 ആളുണ്ടായാൽ മതി. ഒരു 10 അല്ലെങ്കിൽ 15, 20 ആളുകൾ ഉണ്ടായാൽ കിട്ടിയാൽ ഇതേമാതിരി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക. ഒരു 2 മാസം, ഫസ്റ്റത്തെ 2 മാസം 5,000 റുപ്യ വെച്ചിട്ട് എല്ലാത്തിനും പിരിക്കുക. 3-ാം മാസം മുതൽ നമ്മൾ സ്റ്റാർട്ടാക്കുക. ഓരോരുത്തരും നാട്ടിൽ പോകേണ്ട ആളുകളുണ്ടെങ്കിൽ മുൻകൂട്ടി വിവരം പറയാം, ഗ്രൂപ്പിൽ അറിയിക്കാൻ പറയാം, അല്ലെങ്കിൽ എമർജൻസി കേസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ ഓർക്ക് എന്ത് ചെയ്യുക, നാട്ടിൽ പോകേണ്ട സമയത്ത് നമ്മൾ നാട്ടോടെ ഇറങ്ങേണ്ട സമയത്ത് 50 റുപ്യ കിട്ടേണ്ട രീതിയിൽ ഒരു കുറി രൂപത്തിലാക്കുക. എന്നാലും എന്താ പറഞ്ഞിട്ട് ഒരുപാട് പ്രവാസികൾക്ക് വളരെയേറെ ആശ്വാസിക്കുകയാണ്. കാരണം ഏത് പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റത്തെ മാസത്തെ ശമ്പളം കൊണ്ട് കാരണം ടിക്കറ്റ് എടുക്കലും പെരീക്കുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങും, പിന്നെ ഉറുപ്പ്യ കയ്യിലുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ വന്നിട്ടുള്ളത്. എന്താ വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമന്റുകളൊക്കെ ഇതിൽ അറിയിക്കുക, നിങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഞാൻ എൻ്റെ ID പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം.